എപ്പോഴും പറയണെന്താണ് അമ്മേനെ പറ്റിക്കണേന് നിങ്ങൾ മാരുതി എന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടായാലും പറഞ്ഞത്. അതെ ഗൈസ്, അപ്പം നമ്മൾ അമ്മേനെ പറ്റിച്ചേക്കണേന്. അമ്മേനെ മാത്രമല്ല അപ്പനെയും ചേട്ടനെയും കൊച്ചിൻ്റെ വീട്ടുകാരെയും എല്ലാവരോടും നമ്മൾ ബലേനോണ് എടുക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞത്. നമ്മൾ പെട്ടെന്നാണ് 2 മാസം ബലേനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തൊന്നും ബലേന കിട്ടിയില്ല. അതെന്തോ നിമിത്തമായിരുന്നു നമ്മളിതേ ഒരു പുതിയൊരു വണ്ടി, വേറൊരു മൂഡ് വണ്ടി തന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പം അമ്മക്ക് സംഭവം ഒന്നും അറിയില്ല ഏത് വണ്ടിയാണ് എടുക്കാൻ പോകുന്നത്. ഹൂണ്ടായിൽ ഏതൊക്കെയോ വണ്ടികൾ കിടക്കുന്നുണ്ട്. അപ്പം അന്നൊരു പിടിയില്ലാതിരിക്കണേണ്. അമ്മേനെ നോക്കുമ്പോഴൊക്കെ അമ്മ ചിരിക്കണേണ്. നമുക്കറിയില്ല എന്താ സംഭവം, ഏത് വണ്ടിയാന്നൊക്കെ. സ്റ്റേ ഫ്രീ ആണ് 3 ദിവസത്തേക്ക്. എവിടെയാണ്? ഇന്ത്യയിൽ ബാലിയ, ബാങ്കോക്ക്, തായ്ലാൻഡ്, മലേഷ്യ, എവിടെ വേണേലും പോവാം. ഹിമാചൽ പ്രദേശ് കിട്ടും. ഹിമാചൽ പ്രദേശ് അങ്ങനെ ഒരു ഓപ്പറേറ്റ് ഉണ്ടാവും. ഇതിൻ്റെ അത് ബാക്കി ഡീറ്റെയിലൊക്കെ മാർച്ച് 31, 2024 സമയമുണ്ട്. ഇഷ്ടംപോലെ വേണ്ട. നമുക്ക് പിന്നെ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഇതേ കൊച്ചുപ്പതേ സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി മൂടിയിടണം, വീട്ടുകാർക്കൊന്നും അറിയത്തില്ല. അപ്പോൾ അപ്പക്കും ചേട്ടക്കും വരാൻ പറ്റിയില്ല. കാരണം ചേട്ടൻ കാല് ചെറുതായിട്ടൊന്ന് സൈലൻസറി കൊണ്ട് പൊള്ളിയേക്ക് ഇരിക്കണമായിരുന്നു. അപ്പോൾ അപ്പക്കും വരാൻ പറ്റിയില്ല. പക്ഷെ അപ്പനെ നമ്മൾ പള്ളിയിൽ പോയി വെഞ്ചരിക്കാൻ പോകാൻ നേരത്ത് നമ്മൾ എന്തായാലും അപ്പനെ പിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അമ്മേനോട് ബലേനോണ് എടുക്കാൻ പോകുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏതാ വണ്ടി നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. ഓഡിയോ ഭയങ്കര നോയ്സ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓൺ വോയിസ് കയറ്റുന്നത്. എൻ്റെ എങ്ങനെയുണ്ട് എൻ്റെ വണ്ടി? എക്സോസ്റ്റ് ഒക്കെ ഉണ്ട്, മറ്റേ സൗണ്ട് പൊട്ടി പോണം, അതൊക്കെ ഉണ്ട്. അങ്ങനെ താക്കോല് നമ്മളിതേ അമ്മേനെ കൊണ്ടാണ് താക്കോല് നേരെ വാങ്ങിപ്പിക്കണത്. ഈ സമയത്ത് വേണമെങ്കിൽ എനിക്കൊരു BGM ഇടായിരുന്നു. പക്ഷെ എനിക്ക് BGM ഇടാൻ തോന്നില്ല. കാരണം എനിക്ക് കുറച്ച് എന്താ പറയുക, ഭയങ്കര ഫീല് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം അമ്മ താക്കോല് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നേരെ തിരിയുക. നോക്കിയേ, അമ്മ നേരെ തിരിഞ്ഞിട്ട് ആ താക്കോൽ എൻ്റെ കയ്യിലേക്ക് തരുക. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്. നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ അവിടെ വന്നു ആ സമയത്ത്. എന്നാലും കുഴപ്പമില്ല, ചേട്ടൻ്റെ ജോലിയാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ ദേ അമ്മേനെ കൊണ്ട് നമ്മളിതേ, എനിക്ക് തോന്നുന്നു അമ്മ ആദ്യമായിട്ടായിരിക്കും ഒരു കാറിൻ്റെ കീ ഹാൻഡ് ഓവർ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു പോയിക്കോ, കാറിൻ്റെ അടിയിൽ 2 ചെറുനാരങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പോലും കണ്ടില്ലായിരുന്നു അത്. അപ്പോൾ ദേ ആ ചെറുനാരങ്ങ കൂടി കയറ്റി നമ്മൾ വണ്ടി ദേ അങ്ങോട്ട് എടുക്കുവാണ്. അപ്പോൾ വണ്ടി നേരെ നമ്മൾ അവിടെ നിന്ന് ഇറക്കിയിട്ട് നേരെ വീട്ടിൽ പോയി അപ്പനെയും ചേട്ടനെ അങ്ങോട്ട് പൊക്കി നേരെ പള്ളിയിലേക്കാണ് ചെന്നത്. പള്ളിയിലാണ് നമ്മൾ വണ്ടി വെഞ്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അപ്പൻ്റെ ചേട്ടൻ്റെ അഭിപ്രായമൊക്കെ ഇപ്പോൾ കേൾക്കാം. എങ്ങനെയുണ്ടെങ്കിലും വണ്ടി ബലേനായിരുന്നല്ലേ പ്രതീക്ഷിച്ചത് വെച്ചത്? എങ്ങനെയുണ്ടോ വണ്ടി? വണ്ടി വെഞ്ചിരിച്ചു. നമ്മളെ കുറച്ച് ലേറ്റായി അല്ലേ? ലേറ്റ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാണ്ട് ഷോറൂമിൽ. അതുകൊണ്ടാണ് ലേറ്റ് ആയിട്ട്. അതെ, 3 പീരീഡ് ക്ലാസ്. എത്ര നേരം അറിയാം അതിൻ്റെ അത്. സെക്കൻഡ് പീരീഡ് ആയപ്പോൾ കൊച്ചു കയറിച്ചില്ല. നല്ല മനസ്സിലായ പാവം സീൻ ചേട്ടൻ 2 മണിക്കൂറത്തെ ഷൂട്ടുണ്ടെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയത്. അതെന്റെ കോമഡിയാ. വണ്ടി എടുക്കാൻ 4 മണിക്ക് ഡെലിവറിക്ക് അല്ലാന്ന് പറഞ്ഞിട്ട് ഡെലിവറി കഴിയണം എൻ്റെ 6 മണിക്കാണ്. എന്തോരം കാര്യങ്ങൾ അവർ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് പതിയാലും മനസ്സിലായിട്ടില്ല. ഗൈസ്, അപ്പോൾ ദേ നമ്മുടെ പരിപാടികളൊക്കെ ദേ ഇവിടെ കഴിഞ്ഞു. ഞാൻ ദേ അവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ ദേ അപ്പുറത്തേക്കൊന്ന് മാറ്റിയിടുവാണ്. നമ്മുടെ അപ്പുറത്ത് ആ ആരാധനാലയം കാണുന്നതിൻ്റെ ഫ്രണ്ടിലൊക്കെ കണ്ടിട്ടിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്നൊക്കെ ഉള്ള പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യാനായിരുന്നു. അപ്പോൾ ദേ നമ്മളിതേ ഫാമിലി ഫോട്ടോ എടുക്കുമായിരുന്നു അവിടെ ഇരുന്ന്.
പിന്നെ കൊച്ചിന് വണ്ടി ഒന്ന് ഓടിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൊച്ച് വണ്ടിയുടെ അകത്തൊക്കെ കയറി ഇരുന്നത് ഇങ്ങനെ 1-2 ഷോട്ടൊക്കെ എടുത്ത് കൊച്ചിന് റീൽസിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത്. പിന്നെ ചേട്ടതേ സൺറൂഫൊക്കെ തുറന്ന് അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു ചേട്ടനായിരിക്കും സൺറൂഫ് തുറന്ന് ആദ്യം മുകളിൽ കയറി നിന്നത്. അപ്പോൾ കുറച്ച് ആ പള്ളിയുടെ അവിടെ ജസ്റ്റ് അവിടെ കുറച്ച് അങ്ങ് അവിടെ നിന്ന് ഓടിച്ചു. ഓട്ടോമാറ്റിക്കാണ്, DCT ഗിയർ ബോക്സ് ആണ്, ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് തന്നെ കൊച്ചിന് ഓടിക്കാൻ നല്ല സുഖമാണ്. പിന്നെ ഈ വണ്ടി പൊതുവെ ഞാൻ ഓടിച്ചിട്ട് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഓടിക്കാൻ ഭയങ്കര കംഫർട്ടബിളാണ്, സൂപ്പറാണ്, പൊളിയാണ്. എങ്ങനെയാണ് വണ്ടി ഓടിച്ചിട്ട്? എങ്ങനെ ഗായ്സ് നിങ്ങളത് എങ്ങനെയാ പറക്കണത്?